സുരേഷ് സാർ, നമസ്കാരം. 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 എന്തായാലും നമുക്ക് നടയടി കൊടുത്തുകൊണ്ട് തന്നെ തുടങ്ങാം അല്ലേ? ഞാനിപ്പോ ഒരു ശ്രീജിത്ത് പണിക്കരുടെ ഒരു പോസ്റ്റ് കാണുകയായിരുന്നു. വോട്ടെണ്ണൽ ദിവസത്തെ മാൻ ഓഫ് ദ മാച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു മൊട്ടത്തലേന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് പുള്ളിക്കാരൻ. എന്നിട്ട് പുള്ളി പറയുന്ന ഒരു ഡയലോഗ് എഴുതിയിട്ടുണ്ട്. അഗ്നിവീറിൽ വെന്തു വെണ്ണീറാകുന്ന BJP-യാണ് പ്രേക്ഷകർ ഹരിയാനയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കർഷക രോഷത്തിൽ ആടിയുലഞ്ഞു പോകുന്ന കപ്പിത്താനെയാണ് ഹരിയാനയിൽ കാണുന്നത്. ഒരു പ്രേക്ഷകൻ പറയുന്നു, പപ്പു എന്ന് വിളിച്ചവരെ കൊണ്ട് രാഗ എന്ന് വിളിപ്പിക്കുന്നു. രാഹുൽ, രാജീവിന്റെ മകൻ എന്ന് പറയുന്നു. ഇതേ തന്നെ മൊട്ടയുടെ കൂടെയുള്ള ഒരു സഹപ്രവർത്തകനുണ്ട്. നമ്മുടെ പുള്ളിയെ കേരളത്തിലെ പോൾ നീരാളി എന്നാ പറയുന്നത്. കാരണം പുള്ളി ഭയങ്കര പ്രവചന വീരന്, എല്ലാം അങ്ങ് പ്രവചിച്ചു കളയും. അദ്ദേഹം നമ്മുടെ വേണു ബാലകൃഷ്ണൻ സാറിന്റെ സഹോദരനായിട്ടുള്ള ഉണ്ണി ബാലകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അങ്ങ് പ്രവചിച്ച് മരിച്ചു കളയും. അങ്ങനെ മരിച്ച് മരിച്ച് അദ്ദേഹം ഇപ്പോ പ്രവചന സിംഹം അവാർഡൊക്കെ കൊടുത്തിരുത്തിയിരിക്കുക. പുള്ളി പറയാണ്, ഹരിയാനയിൽ ഇനി ഇല്ല, നോ, വോട്ട് ഇനി എണ്ണി തീർന്നില്ല, ഇനി എണ്ണാനുണ്ടെന്നാണ് പറയുന്നത്. എണ്ണി എണ്ണി BJP 50 സീറ്റായി. 46, ആദ്യം 21 പിന്നെ 35, അത് കഴിഞ്ഞ് 47 വന്നു, പിന്നീട് ഇപ്പൊ 49, ഇപ്പൊ 50 സീറ്റായി. കോൺഗ്രസ് ആണെങ്കിൽ പടവലങ്ങ പോലെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ജയിച്ചില്ലെങ്കിൽ പിന്നെ എപ്പ ജയിക്കാനാണെന്നാണ് കോൺഗ്രസിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പപ്പുമോനോട് ചോദിക്കാനുള്ളത്. പിന്നെ ജമ്മു കശ്മീരിൽ പുള്ളി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ജമ്മു കശ്മീരിൽ BJP തകർന്നിരിക്കും. ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സീറ്റുകളാണ് BJP-ക്ക് ജമ്മു കാശ്മീരിൽ കിട്ടിയിരിക്കുന്നത്. പിന്നെ എനിക്ക് ജമ്മുവിലെ കാര്യമാണ് സാറിന് കൂടുതലായിട്ട് എനിക്ക് അറിയേണ്ടത്. നമുക്ക് ഹരിയാനയിൽ സംസാരിച്ചിട്ട് ജമ്മുവിലേക്ക് പോവാം. ഈ ജമ്മുവിൽ BJP ഭരിക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ? ഇവരതിനെ ഫാസിസം, നമ്മൾ എന്താ പറയാ, ഓപ്പറേഷൻ ലോട്ടസ്, ഫാസിസം, കുതിര കച്ചവടം എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ രാജ്യമാണല്ലോ വേണ്ടത്. അവിടെയുള്ള വിഘടനവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നവന്മാരും പിന്നെ രാഹുൽ ഗാന്ധിയെ പോലുള്ള മണ്ടന്മാരും പിന്നെ ഈ ഒമർ അബ്ദുള്ളയെ പോലുള്ള 370 തിരിച്ചു കൊണ്ടുവന്ന് തീവ്രവാദികൾക്ക് പരവതാനി വിരിക്കണം എന്നുള്ളവരൊന്നും അങ്ങോട്ടേക്ക് വരണ്ട. അതുകൊണ്ട് ഇത്തിരി ഫാസിസം കാണിച്ചാലും കുഴപ്പമില്ല. യവന്മാരെയൊക്കെ പോവാൻ പറയണം എന്നേ എനിക്ക് പറയാനുള്ളൂ. യവന്മാരൊക്കെ ഇവിടെ കിടന്ന് കാറി കൂവി കഴിഞ്ഞാൽ അതിന് യാതൊരു വിലയും നാട്ടുകാരൊന്നും കൽപ്പിച്ചു കൊടുക്കാൻ പോകുന്നില്ല. നമുക്ക് ജമ്മു കാശ്മീർ ശാന്തമായിരിക്കണം, അവിടെയുള്ള സ്ത്രീകൾക്ക് അഭിമാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കണം, അവിടെയുള്ള ടെററിസ്റ്റുകളൊന്നും അവരെ പിടിച്ച് റേപ്പ് ചെയ്യാൻ പാടില്ല, അവിടെയുള്ള സ്ത്രീകൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം വേണം, യുവജനങ്ങൾക്ക് തൊഴിൽ വേണം, അവിടെ വികസനം വേണം. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ BJP-ക്ക് ഭരണം കിട്ടിയേ പറ്റത്തുള്ളൂ. എന്തായാലും ആദ്യം ഹരിയാനയിൽ തുടങ്ങാം. ഹരിയാനയിൽ യഥാർത്ഥത്തിൽ എന്ത് അത്ഭുതമാണ് സംഭവിച്ചതെന്നാണ് സാറ് കരുതുന്നത്? കാരണം കഴിഞ്ഞ ദിവസം വരെ ഹരിയാന തോറ്റു തുന്നം പാടുമെന്ന് വിചാരിച്ചിരുന്നതാണ്. ജനാധിപത്യത്തിലെ വിശ്വാസമൊക്കെ ഇപ്പൊ തന്നെ പല മാധ്യമ പ്രവർത്തകർക്കും കേരളത്തിൽ നഷ്ടപ്പെട്ടതാണ്. കാരണം ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് രണ്ടാമത്തെ തവണ വന്നപ്പോഴും നഷ്ടപ്പെട്ടിരുന്നതാണല്ലോ. ഇപ്പോഴും വീണ്ടും ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും നരേന്ദ്രമോദിക്ക് ഇതൊരു വലിയ ഒരു കംബാക്ക് ആണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പിന്നെ കോൺഗ്രസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറേ, കോൺഗ്രസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കോൺഗ്രസ് ഇവിടെ 35 സീറ്റ് ഉണ്ടെങ്കിലും അവിടെ ഇവിടെ നമ്മുടെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന, ഇന്ത്യ സഖ്യമല്ല, JKNC ആണ് അത്. അവിടെ യവന്മാര് ആകപ്പാടെ 6 സീറ്റാണ്, കോൺഗ്രസ് വെറും 6 സീറ്റാണ്. ബാക്കി ഈ 42 സീറ്റുകൾ വിഘടനവാദിയായിട്ടുള്ള ഒമർ അബ്ദുള്ളയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. അയാൾക്കാണ് കിട്ടിയിരിക്കുന്നത്. സാർ എന്ത് തോന്നുന്നു ഈ BJP-യുടെ ഈ ഒരു വലിയ മൂവിൽ, വലിയൊരു മുന്നേറ്റത്തിൽ? ഹരിയാനയിൽ എന്താ നടന്നതെന്നുള്ളതിനെ പറ്റിയിട്ടൊരു സംശയം എല്ലാവർക്കും ഉം. ഉണ്ടാവും. ഇപ്പം നമ്മൾ തന്നെ ഒരു 2 ദിവസം മുമ്പ് ഒരു ഡിബേറ്റിൽ പറഞ്ഞു ഹരിയാന BJP തോൽക്കും. എക്സിറ്റ് പോൾ എല്ലാം ഒറ്റ എക്സിറ്റ് പോൾ മുതൽക്ക് BJP-ക്ക് ഒരു മെജോറിറ്റി കൊടുത്തില്ല. എല്ലാവരും പറഞ്ഞു BJP തോൽക്കുന്ന പറഞ്ഞു. അതെ. പക്ഷെ അവസാനം എന്താ ഉണ്ടായത്? അവസാനം ഉണ്ടായത് ഇപ്പോൾ BJP ജയിച്ചു. അതാ ഉണ്ടായത്. ഉം. എങ്ങനെ നടന്നു, എന്തിനു നടന്നു എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ആൻസർ ഇപ്പം എൻ്റെ കയ്യിലില്ല. പക്ഷെ ഒരു 2-3 കാര്യങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് നടന്നിട്ടുണ്ട്. ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ മാതിരി തന്നെ ഈ കർഷക സമരത്തിനെ പറ്റിയിട്ട് ഓവർ റേറ്റഡ് ഹൈപ്പ് ഉണ്ടായിരുന്നു. കർഷകർ അതാ ചെയ്യാൻ പോകുന്നത്, കർഷകർ ഇതാ ചെയ്യാൻ പോകുന്നത്. പക്ഷെ നമ്മൾ കണ്ടു കർഷകർ ഒന്നും ചെയ്തുമില്ല. അതാണ്ടായത്. ഉം. ഈ ഇലക്ഷനിൽ തന്നെ നമ്മൾ കണ്ടു കർഷകരെ കൊണ്ട് ഇവർ പറയിപ്പിച്ചതൊന്നും കർഷകർ അല്ല, ഈ കേട്ടില്ല. കർഷകർക്കിടയിൽ തന്നെ ചേരിതിരിവുണ്ടായിരുന്നല്ലോ. അത് നമ്മൾ കാണണ്ടേ? ഇപ്പൊ പഞ്ചാബിലെ കർഷകരല്ല ഇവിടെയുള്ള കർഷകർ. ഈ ജാട്ടുകൾ എന്ന് പറയുന്ന കർഷകരുടെ കൂടെയായിരുന്നു മറ്റേ ലോകേഷ് ടിക്കായത്ത് അടക്കമുള്ള ആൾക്കാർ. അയാളടക്കമുള്ളവർ ജാട്ടുകളുടെ കൂടെയായിരുന്നു. പക്ഷെ അയാളെ വക വെച്ചത് പോലുമില്ല. ഈ കർഷകർ സമരം നടന്ന ആ ഏരിയ മുഴുവൻ BJP തൂത്തുവാരി. അതാണ്ട് ഇപ്പൊ നമ്മൾ ഈ തിക്കായത്തിന്റെ കാര്യം UP-യിൽ കണ്ടതാണ്. UP-യിൽ അയാൾക്ക് ഡെപ്പോസിറ്റ് ഇല്ലാണ്ട് പോയി ഇലക്ഷനിലാണ് നിന്നപ്പോൾ അവിടെ. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഹരിയാനയാണ് ഒരു ക്ലാസിക് എക്സാമ്പിളായി വന്നത്. ഇവിടെ 2-3 വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ മാതിരി ശ്രീജിത്ത് പറഞ്ഞ ഒരു അഗ്നിവീർ ഇവർ പറഞ്ഞുണ്ടാക്കി, രാഹുൽ ഗാന്ധി അവിടെ പോയി പറഞ്ഞുണ്ടാക്കി അഗ്നിവീർ പയ്യന്മാർക്ക് ശമ്പളം കിട്ടുന്നില്ല, അവർക്ക് ജോലിയിൽ നിന്ന് പുറത്താക്കും, അവരെ പിന്നെ ഈ പറഞ്ഞ മാതിരി പുറത്ത് വന്നു കഴിഞ്ഞാൽ അവർ തെണ്ടും, റോട്ടിൽ കിടന്നുണ്ടും, അവർ തോക്കും കൊണ്ട് നടക്കും, അവർ ക്രിമിനൽസ് ആവും എന്നൊക്കെ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞുണ്ടാക്കി. പക്ഷെ നമ്മളിപ്പോൾ എന്ത് കണ്ടു?
ഹരിയാനയിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായില്ല. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് എനിക്ക് ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, മോദി ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു ആ കർഷക ബിൽ പിൻവലിച്ചത്. 100%. പിൻവലിക്കേണ്ടിയിരുന്നില്ല. അത് ഒരു രണ്ട് ലോബി, ഒരു ഹരിയാനയിൽ നിന്ന് കുറച്ചും പഞ്ചാബ് ഫുൾ ലോബിയും കൂടിയിട്ടാണ് അവിടെ കിടന്ന് കളിച്ചത്. അത് സ്പോൺസർ ചെയ്ത അർത്ഥ്യാസ് എന്ന് പറയും, ഇവർ ഏജൻസ് ആണ്, കമ്മീഷൻ ഏജന്റ്. അവരാണ് ഇത് മൊത്തം സ്പോൺസർ ചെയ്തത്. നമ്മൾ കണ്ടു മെർസിഡീസ് ബെൻസ് കാറിലും ട്രാക്ടറിലൊക്കെ വന്നിരുന്ന അവർ സ്റ്റൈലില് TV ഒക്കെ വെച്ച് കണ്ട്, മൊബൈൽ ഫോണൊക്കെ വെച്ച് പേപ്പറൊക്കെ വായിച്ചിരിക്കുകയാണ്. ഇവരാണ് സ്പോൺസർ ചെയ്തത് ഈ കംപ്ലീറ്റ് കർഷക സമരം. മോദി, നരേന്ദ്രമോദി ചെയ്ത എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഏറ്റവും വലിയ തെറ്റായിരുന്നു. ആ കർഷക സമരം അങ്ങനെ തന്നെ നേരിട്ടിങ്ങനെ മോദിക്ക് ഒരു വലിയ വിജയം വന്നു 2024 ഇലക്ഷൻ. മോദി ചെയ്ത തെറ്റായിരുന്നു. ബിക്കോസ് കർഷകർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്ധ്രയിലാണ് ഏറ്റവും കൂടുതൽ റൈസ് ഉണ്ടാക്കുന്നത്. അറിയാൻ അരി ഉണ്ടാക്കുന്നത് ആന്ധ്രയും തെലങ്കാനയും കൂട്ടിക്കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് ബിഗസ്റ്റ് ഛത്തീസ്ഗഡാണ്. ആക്ച്വലി ഇപ്പോൾ നമ്പർ 1 ഛത്തീസ്ഗഡാണ് അരിയുടെ പ്രൊഡക്ഷൻ. അത് കഴിഞ്ഞാൽ നമുക്കറിയാം തമിഴ്നാട് ഉണ്ട്, കർണാടക ഉണ്ട്. കേരളത്തിൽ പിന്നെ അത്ര കർഷകർ എന്ന് പറയാൻ വലിയൊരു ഇതില്ല, ഉണ്ട്, പക്ഷെ അരിയായിട്ടല്ല, ബാക്കിയുള്ള വാഴയായിട്ടും ബാക്കിയുള്ള കൃഷിയും ഒക്കെ വെച്ച് നമ്മൾ നോക്കണം. വാഴയോ? വാഴയുണ്ട്, വാഴയുണ്ടല്ലോ, ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്. പക്ഷെ വാഴയുണ്ട്. പക്ഷെ ഇപ്പൊ അതിലും കർണാടക അടിച്ചു കയറി. അവരും കർണാടകവും തമിഴ്നാടും എന്നാണ് ഞങ്ങൾക്ക് ഹൈദരാബാദിലേക്ക്. അല്ല, കേരളത്തില് സാറ് കൃഷിയെ കുറിച്ച് പറയുമ്പോ എനിക്ക് ഒരൊറ്റ കൃഷി മാത്രമേ കേരളത്തിൽ ഇപ്പൊ സജീവമായിട്ട് നാട്ടുകാർ ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. റബ്ബർ, കുരുമുളക്, ഏലം, വേണമെങ്കിൽ കഞ്ചാവ് എന്നൂടെ പറയാം. സീരിയസ് സബ്ജക്റ്റിൽ വരുമ്പോ ഇതൊരു കർഷക സമരം ആയിരുന്നു ഏറ്റവും ഓവർ ഹൈപ്ഡ് ആയിട്ട്. നമ്മൾ ഇലക്ഷൻ ക്യാമ്പയിനിൽ കണ്ടു, രാഹുൽ ഗാന്ധി പിന്നെയും അതേ കാര്യം എടുത്തിട്ടു, അഗ്നിവീർ എടുത്തിട്ടു. മൂന്നാമത് ദലിത് പൊളിറ്റിക്സ് എടുത്തിട്ടു. ദലിത്തിനെ അവർ മാറ്റാൻ പോകണം, നിയമം മാറ്റാൻ, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കയ്യിൽ പിടിച്ചിട്ട് ജാതി സെൻസസ് നടത്തണം, മോദി അത് ചെയ്യണം. എനിക്കാണ് ഈ എലക്ഷൻ, എനിക്ക് ജമ്മു കാശ്മീരിനെ പറ്റി അത്ര ഇതുണ്ടായിരുന്നില്ല. നമുക്ക് BJP 29 ജയിച്ചു, വളരെ നല്ലതാണ്. ഇപ്പൊ ആരോ ചോദിക്കണ്ടായിരുന്നു, കോൺഗ്രസ് ജമ്മുന്ന് മന്ത്രിമാരുണ്ടാവാന്ന് ചോദിച്ചു. അതൊരു സംശയമാണ്. അപ്പോൾ ജമ്മുന്ന് വളരെ കുറച്ച് MLA ജയിച്ചിട്ടുള്ളൂ, നാഷണൽ കോൺഫറൻസ് ആയാലും കോൺഗ്രസ് ആയാലും. അപ്പൊ മന്ത്രിമാരുണ്ടാവുന്നതാണ്. പക്ഷെ ജമ്മു കാശ്മീരിൽ ഈ ചോദിച്ച മാതിരി അവിടുത്തെ പൊളിറ്റിക്സ് വേറെയാണ്. പക്ഷെ ഹരിയാനയിലെ പൊളിറ്റിക്സ് ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഹരിയാന എന്ന് പറയുന്നത് പഞ്ചാബിനെ ഇമ്പാക്ട് ചെയ്യും, ഡൽഹിയെ ഇമ്പാക്ട് ചെയ്യും, ഉത്തരാഖണ്ഡിനെ ഇമ്പാക്ട് ചെയ്യും, ഇപ്പൊ നടക്കാൻ പോകുന്ന മഹാരാഷ്ട്ര ഇലക്ഷൻസിനെ ഇമ്പാക്ട് ചെയ്യും. ഏറ്റവും വലിയ പ്രോബ്ലം മഹാരാഷ്ട്ര ആവാൻ പോകുന്നത്. ബിക്കോസ് മഹാരാഷ്ട്രയിലായിരുന്നു BJPക്ക് ഒരു പേടി. ഇപ്പൊ ഈ JJP എന്നൊരു പാർട്ടി ഉണ്ട്, ദുഷ്യന്ത് ചൗത്താലയുടെ പാർട്ടി. അവൻ കഴിഞ്ഞ പ്രാവശ്യം 10 സീറ്റ് ജയിച്ചു. ഈ പ്രാവശ്യം എത്ര സീറ്റ് കിട്ടി ധനുഷ്? ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ റിസൾട്ട് വെച്ച് ഞാൻ നോക്കട്ടെ. അവന് കിട്ടിയിട്ടുള്ളത് ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ല. അതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ളത്. 0. അതാണ് പറഞ്ഞത്. അപ്പോ അവിടുത്തെ ശിവസേന ഇനി BJP ബാർഗെയിൻ ചെയ്യും ഹാർഡായിട്ട്. ഏത് മഹാരാഷ്ട്രയിലെ ശിവസേന എടുത്ത് പറയും, ഇനി പോയി പണിയാക്കും നമ്മുടെ ഷിൻഡയുടെ സീറ്റ്, നീ മര്യാദയ്ക്ക് ഞങ്ങൾ തരുന്ന സീറ്റ് എടുത്ത് കോൺടെസ്റ്റ് ചെയ്താൽ മതി, ഇനി നീ അധികം എടുത്ത് ഡാൻസ് ചെയ്യണ്ട, നിങ്ങൾ അല്ലെങ്കിൽ നിന്റെ കണ്ടീഷൻ ദുഷ്യന്ത് ചൗത്താലയുടെ മാതിരിയാവും എന്ന് പറയണം. അത് പറയാനുള്ള ധൈര്യം BJPക്ക് ഉണ്ടാവണം. അത് BJP ചെയ്യും വേണം. ഇനി ആളുടെ കുറച്ച് MLA തിരിച്ച് മറ്റേ ഉദ്ധവ് താക്കറെ എടുത്ത് പോയി പൊക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഈ പറഞ്ഞ മാതിരി BJPക്ക് ഇതൊരു ചെയ്തേ പറ്റൂ ധനുഷ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ BJPക്ക് ഹരിയാനയിൽ കിട്ടിയ അതേ വിജയം മഹാരാഷ്ട്രയിൽ കിട്ടും. ബിക്കോസ് വേറൊരു സ്റ്റേറ്റ് ജാർഖണ്ഡാണ്. ജാർഖണ്ഡ് ഒരു ട്രൈബൽ സ്റ്റേറ്റ്. അവിടെ BJPക്ക് ഈ പറഞ്ഞ മാതിരി കിട്ടിയോ ജയിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ മഹാരാഷ്ട്രയായിരിക്കും അടുത്ത ഏറ്റവും വലിയ ക്രൂഷ്യലാണ് ഈ ഇമ്പാക്ട്, ഈ ഇലക്ഷന്റെ ഇമ്പാക്ട്. ഇൻഫാക്ട് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മോദിജി പിന്നെയും BJPയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വരുന്നുണ്ട് ഡൽഹിയിൽ മീറ്റിംഗ് അഡ്രസ് ചെയ്യാൻ. എല്ലാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഓർമ്മയുണ്ടോ, വരാറുണ്ട് ഇലക്ഷൻ അഡ്രസ് ചെയ്യാൻ മീറ്റിംഗ്. പാർട്ടി കാര്യകർത്താസൊക്കെ അവിടെ വന്ന് എല്ലാവരും കൂടി ഇന്ന് ഒരു വലിയൊരു സെലിബ്രേഷൻ ആയിരിക്കും. പക്ഷെ എനിക്കിത് പറഞ്ഞു വരാനുള്ളത്, ഹരിയാനയുടെ ഇലക്ഷൻ കണ്ടിട്ട് BJP ഇനി കുറച്ച് സ്ട്രോങ് ആയിട്ട് ഡിസിഷൻസ് എടുക്കണം. ചന്ദ്രബാബു നായിഡു എങ്ങോട്ടും പോവില്ല. ചന്ദ്രബാബു നായിഡുവിനെ പവൻ കല്യാൺ നോക്കി പവൻ കല്യാൺ ശരിയാക്കി നായിഡുവിനെ എങ്ങോട്ടും മാറില്ല നായിഡു. പിന്നെയല്ലേ നിതീഷ് കുമാറല്ലേ, പോട്ടെ കുഴപ്പമില്ല. 10 MP-മാരല്ല, അതിൽ 5 പേരെ വേണമെങ്കിൽ അമിത്ഷാ വാങ്ങിച്ചെടുക്കും, അതും കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇനി തൊട്ട് മോദിക്ക് അടുത്ത പാർലമെന്റ് സെഷൻ തൊട്ട് രാഹുൽ ഗാന്ധിക്ക് ഇനി എവിടെ ഒളിച്ചിരിക്കണ്ടേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. ഇതുവരെ പറഞ്ഞ കർഷക സമരവും ജാതി സെൻസസും അഗ്നിവീറൊക്കെ പോയി പൊട്ടിപ്പൊളിഞ്ഞു. ഇനി എന്താണ് രാഹുൽ ഗാന്ധി ചെയ്യാൻ പോകുന്നത്? പാർലമെന്റിൽ ഒപ്പോസിഷൻ ലീഡർ ഇനി എന്താ ചെയ്യാൻ നമുക്ക് അറിയാം. അല്ല, ഇതൊരു സംഭവം എന്ന് പറഞ്ഞാൽ കർഷക സമരം, അഗ്നിവീർ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഗുസ്തി താരങ്ങളുടെ സമരം, അതാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. ഗുസ്തി താരങ്ങളുടെ സമരം എന്ന് പറയുമ്പോൾ ഈ ബ്രിജ് ഭൂഷന്റെ പേരും പറയും, ഈ പേര് ഒരു സ്ഥലത്തും ഒരു ചർച്ചയായിട്ടില്ല. കേരളത്തിലാണ് ഏറ്റവും വലിയ ചർച്ച ഗുസ്തി താരങ്ങളുടെ സമരം എന്ന് പറഞ്ഞുകൊണ്ട്.
ഈ ഗുസ്തി താരങ്ങളുടെ സമരം എന്ന് പറയുമ്പം അവിടെ ഈ ഗുസ്തി താരങ്ങൾ സമരം ചെയ്യുന്ന ഗുസ്തി താരങ്ങൾക്കെതിരെ വേറെ ഗുസ്തി താരങ്ങൾ രംഗത്തെത്തുന്നുണ്ട്. ഇവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഒളിമ്പിക്സിൽ പോകണം. അപ്പൊ ഈ ബ്രിജ് പറഞ്ഞു പറ്റത്തില്ല, നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒളിമ്പിക്സിലോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ പുതിയ ആൾക്കാരെ കേറ്റണ്ടേ, നിങ്ങൾ എല്ലാത്തിലും മത്സരിച്ച് നിങ്ങൾ കൃത്യമായിട്ടുള്ള ശാരീരിക ക്ഷമത ഉണ്ടെങ്കിൽ പോയാൽ എന്ന് പറഞ്ഞു. അവസാനം വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്ന ആ സ്ത്രീ അവിടെ പോയി പരാജയപ്പെട്ടു. അതിനും കുറ്റം നരേന്ദ്രമോദിക്ക്. അവര് പരിശീലകനെ അവരാണ് സെലക്ട് ചെയ്യുന്നത്. ആ പരിശീലകനെയും കൊണ്ടാണ് ഹംഗറിയിൽ നിന്ന് വരുന്ന ഒരുത്തൻ, അവനെയും കൊണ്ടാണ് അവര് പോയത്. അവര് പോയിട്ട് അവർക്ക് 100 ഗ്രാം വെയിറ്റ് കൂടി എന്ന് പറഞ്ഞപ്പോ ഞാൻ അന്ന് കണ്ട ഒരു പ്രചാരണം എന്ന് പറഞ്ഞാൽ, കോൺഗ്രസിന്റെ സൈറ്റുകളിൽ കണ്ട ഒരു പ്രചാരണം എന്ന് പറഞ്ഞാൽ, വിനേഷ് ഫോഗട്ട് ആണെങ്കിൽ വെയിറ്റ് ചെക്കിനായിട്ട് വെയിറ്റ് മെഷീന്റെ പിറകെ കയറി നിൽക്കുമ്പോൾ പിറകിൽ നിന്ന് നരേന്ദ്രമോദിയുടെ കാല് കൂടെ വെയിറ്റ് മെഷീൻ ഇങ്ങനെ അമർത്തി പിടിച്ചിരുന്ന ഒരു സാറ് കണ്ടു കാണുമല്ലോ. അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രചരണം കൂടെ നടത്തിയിരിക്കുന്നു. അപ്പൊ നമുക്ക് തിരിച്ചു പറഞ്ഞുകൂടെ? അതായത് എന്നിട്ട് ഇവര് നേരെ വന്ന് കയറിയത് കോൺഗ്രസിലോട്ടാണ്, ഇവർക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് തിരിച്ചു പറഞ്ഞൂടെ, നരേന്ദ്രമോദിയെ കരിവാരി തേക്കാൻ നിങ്ങൾ മനഃപൂർവ്വം ഇന്ത്യ അപമാനിക്കാൻ ഒളിമ്പിക്സിൽ തോൽവി ഏറ്റുവാങ്ങിയതാണെന്ന് നമുക്ക് പറഞ്ഞു. അങ്ങനെ നമ്മൾ പറഞ്ഞില്ലല്ലോ. അങ്ങനത്തെ ഒരു സ്ത്രീ. ഈ 100 ഗ്രാം അല്ല ധനുഷ്, ഇത് ആക്ച്വലി 2 കിലോ ഒരു ബഫർ കൊടുക്കും ഇവർക്ക്, ഒരു ഗ്രേസ് മാർക്ക് കൊടുക്കും 2 കിലോ. അപ്പൊ ഈ വിനേഷ് ഫോഗട്ട് 2 കിലോ കൂടുതലായിരുന്നു, 100 ഗ്രാം കൂടുതലല്ലായിരുന്നു, 2 കിലോ 100-200 ഗ്രാം കൂടുതലായിരുന്നു. എനിവേ നമുക്ക് അത് വലിയൊരു സബ്ജക്റ്റ് അല്ല. പക്ഷെ വിനേഷ് ഫോഗട്ടിനെയും ഈ ഇലക്ഷനിൽ കോൺഗ്രസ് ആക്കി. കോൺഗ്രസിന്റെ സെലക്ഷൻ തെറ്റിപ്പോയി. ഈ ഇലക്ഷനിൽ അവർ ഹൂഡയ്ക്കാണ് ചാൻസ് കൂടുതലും കൊടുത്തത്. കുമാരി സെൽജ ഒരു സമയത്ത് എന്താ പറയുക, രാജീവ് ഗാന്ധിയുടെയും പിന്നെ അത് കഴിഞ്ഞ് മൻമോഹൻ സിംഗിന്റെ സമയത്തും ഹരിയാനയിലെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളത് കുമാരി സെൽജയായിരുന്നു. പക്ഷെ ഇപ്പൊ കുമാരി സെൽജയുടെ വാക്ക് കേട്ടില്ല. കഴിഞ്ഞ 3 ദിവസം മുമ്പ് സോണിയാഗാന്ധിയെ പോയി കണ്ടു കുമാരി സെൽജ. അപ്പൊ എല്ലാവരും പറഞ്ഞു ഇനി അവർ BJP-യിൽ ചേരുമെന്ന്. ഇത് ഇലക്ഷൻ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു BJP-യിൽ ചേരാൻ പോകണം, BJP-യിൽ ചേരാൻ പോകണം. പക്ഷെ നടന്നില്ല എന്തായാലും. പക്ഷെ ഒരു വഴിക്ക് നന്നായി BJP-യിൽ ചേരാണ്ടത്. ഇപ്പൊ BJP അതില്ലാണ്ട് തന്നെ ജയിച്ചില്ല, അല്ലെങ്കിൽ പറയും കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടുവന്നിട്ട് ജയിച്ച BJP. പക്ഷെ ഹരിയാനയിൽ നടന്നൊരു അടി പറയുന്നത്. ഇനിയിപ്പോ ജമ്മു കാശ്മീരിലേക്ക് വരുമ്പോൾ സാറേ, എനിക്ക് ജമ്മു കാശ്മീരിന്റെ വിഷയത്തിൽ നമ്മൾ ഈ ജമ്മു കാശ്മീർ സാർ എന്നാലും പറഞ്ഞൊരു കാര്യമുണ്ട്. ജമ്മു കാശ്മീരിൽ ഇപ്പൊ ഏത് പാർട്ടി വന്നാലും കടിഞ്ഞാൻ ലഫ്റ്റനന്റ് ഗവർണറുടെ കയ്യിലും അമിത്ഷായുടെ കയ്യിലുമായിരിക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ ജമ്മു കാശ്മീരിൽ ഇപ്പോ ഇവർ ഈ INC JKNC അധികാരത്തിൽ എത്തുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ BJP അവിടെ എങ്ങനെയായിരിക്കും? അവര് പ്രതിപക്ഷത്തിരിക്കാൻ പോവുകയാണോ, അല്ലെങ്കിൽ അവർ മറ്റേതെങ്കിലും നീക്കങ്ങൾ അവിടെ നടത്താൻ പോകണോ? സാറിന് എന്താ തോന്നുന്നത്? ഓപ്പറേഷൻ ലോട്ടസ് പോലെ എന്തെങ്കിലും നീക്കങ്ങൾ അവിടെ നടത്താൻ പോകണം? നേരത്തെ പറഞ്ഞിരുന്നു ഒരുപാട് പേരെ വിമതരായിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട്, മത്സരിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോ വരുന്ന വാർത്തകൾ അനുസരിച്ച് തിരക്കിട്ട നീക്കങ്ങൾ, ചർച്ചകൾ ജമ്മു കാശ്മീരിന്റെ വിഷയത്തിൽ നടക്കുന്നുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായിരിക്കും ജമ്മു കാശ്മീരിൽ BJP അവിടെ ഭരണത്തിലേറോ? ഞാൻ വേറെ ഒരു ചർച്ചയിൽ ഒരു നാഷണൽ ജേർണലിസ്റ്റിനോട് സംസാരിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞത് 1 വർഷത്തിനകം ഈ സർക്കാരിനെ മറിച്ചിട്ട് BJP അവിടെ അധികാരത്തിലേറുമെന്നാണ് പറഞ്ഞത്. സാറിന് എന്താ തോന്നുന്നത്? കറക്റ്റ്, അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ബിക്കോസ് ഇപ്പൊ BJP-ക്ക് പറ്റില്ല, ചെയ്യാനും പാടില്ല. ബിക്കോസ് എത്തിക്കലി കറക്റ്റ് അല്ല. ബിക്കോസ് 29 സീറ്റേ ഉള്ളൂ BJP-യുടെ കയ്യിൽ. 41 ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസിന്റെ കയ്യിലുണ്ട്. കോൺഗ്രസ് ആണ് അവിടെ ഏറ്റവും വലിയ പരാജയം നടന്നത്. 5 സീറ്റ് ആണ് കോൺഗ്രസ്. പക്ഷെ അവര് പറയുന്നത് ഞങ്ങളാണ് ഏറ്റവും വലിയ വിജയം. കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത അടിച്ചുകൊണ്ടിരിക്കുക, ഞാൻ സൈഡിൽ നിന്ന് കണ്ടോണ്ടിരിക്കുക. ഇന്ത്യ സഖ്യം മുന്നേറുന്നു എവിടെ? ജമ്മു കാശ്മീരിൽ. ഈ ഇന്ത്യ സഖ്യം എന്ന് പറയുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന രാഹുൽ ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയൊക്കെ അവർ ഉദ്ദേശിക്കുന്നത് 5 സീറ്റ്. 5 സീറ്റ് രാഹുൽ ഗാന്ധി. എക്സാക്ട് നമ്പർ ഓർമ്മയില്ല. പക്ഷെ ബാർഗെയിൻ ചെയ്ത് ഞങ്ങൾ 32 28 സീറ്റ് അങ്ങോട്ട് കോൺടെസ്റ്റ് ചെയ്ത് കോൺഗ്രസിന് അവസാനം കിട്ടിയത് 5 സീറ്റ്. അതിൽ വലിയൊരു പൊളിറ്റിക്സ് ഉണ്ടായി. ഇപ്പൊ കണ്ടോളാം, ഈ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, വോട്ടിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, വോട്ട് ഓഫ് കോൺഫിഡൻസ് കഴിഞ്ഞാൽ അവർ ഒരു സീറ്റോ ഒരു മിനിസ്റ്റർക്ക് സ്ഥലം കൊടുക്കില്ല, 1-2 പേര്. പിന്നെ പോയി പണിയെടുക്കാൻ പറയും. രാഹുൽ ഗാന്ധി ജമ്മുവിൽ ക്യാമ്പയിൻ ചെയ്തില്ല. അതായിരുന്നു ഒമർ അബ്ദുള്ളക്ക് ഏറ്റവും വലിയ ദേഷ്യം. പറയുകയും ചെയ്തു, പബ്ലിക്കലി പറഞ്ഞു എന്താണ് രാഹുൽ ഗാന്ധിക്ക് എത്ര പേടി. അപ്പൊ ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം ഡിബേറ്റിൽ ഞാൻ ധനുഷിനടുത്ത് പറഞ്ഞിരുന്നു ഈ കാര്യം. രാഹുൽ ഗാന്ധി ജമ്മു കാശ്മീരിൽ ജമ്മുവിൽ പോയാൽ BJP-ക്ക് വോട്ട് കിട്ടും. അതുണ്ടായ ഹരിയാനയിൽ തന്നെ ഉണ്ടായത്. പക്ഷെ ഹരിയാനയെക്കാട്ടും കൂടുതൽ ജമ്മുവിലായിരുന്നു എൻ്റെ ഇമ്പാക്ട്. ബിക്കോസ് ഇവര് 370 എടുത്തു കളയെന്ന് പറഞ്ഞ ആൾക്കാരാണ് ഈ രാഹുൽ ഗാന്ധി കമ്പനി. ഉമർ അബ്ദുള്ള പറഞ്ഞു എന്താണ് രാഹുൽ ഗാന്ധിക്ക് എത്ര പേടി. ആ ഒരു ഫ്രിക്ഷൻ ഇവർ രണ്ടുപേരും തമ്മിൽ സഖ്യമൊന്നും ഇല്ലാണ്ട്, അവിടെ ഒരു ഇന്ത്യ സഖ്യം എന്ന് പറയാൻ ഒന്നുമില്ല. ഇപ്പോൾ ഇവർക്ക് അവർ സ്വന്തമായിട്ടുള്ള മെജോറിറ്റി ഉണ്ട്. അവർ പോയി പണിയൊക്കെ പറയും. വേണമെങ്കിൽ 41 ഉണ്ട്, 4 പേരും കൂടി കിട്ടിയാൽ മതി. വേണമെങ്കിൽ PDP കൂടെ ചേർത്ത്, പിന്നെ ഈ പറഞ്ഞ മാതിരി കുറച്ച് ഇൻഡിപെൻഡൻസ് ഉണ്ട് 8 പേര്, അതിൽ 4 പേരെ ചേർത്തിയാൽ ഇവർക്ക് ജയിക്കാൻ പറ്റും. ഒരു ഗവൺമെന്റ് ഫോം ചെയ്യാൻ പറ്റും. കോൺഗ്രസ് വന്നില്ലെങ്കിലും പോയി പണിയൊക്കാൻ പറയും.
പക്ഷെ ഈ പറഞ്ഞാൽ BJP ഇപ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല, ചെയ്യേണ്ടതും ശരിയല്ല. BJP ഫൈറ്റ് ചെയ്യുന്നത് എന്താണ്? ഞാനൊരു ജമ്മുവിന് കാര്യം വേണ്ടി ഒരു പറയട്ടെ സാറേ, ട്രബ്സിന് വേണ്ടി ഫൈറ്റ് ഈ ചെയ്യുന്നത്. ചെയ്യുന്നത് ശരിയല്ല എന്ന് സാറ് പറയുമ്പോൾ എനിക്ക് അതിലൊരു വിയോജിപ്പുണ്ട്. നമ്മുടെ സുവേന്ദു അധികാരി പറഞ്ഞതുപോലെ ഈ സബ്കാ സാത്ത് സബ്കാ വികാസ് ഒക്കെ എത്ര നാൾ നമ്മൾ ഇല്ല, പിടിച്ചുകൊണ്ടിരിക്കും? അതാ പറയണേ, ഈ ഞാൻ സ്വന്തം ദർശാദ് പറയണേ. ഈ സ്ത്രീകളെ മുന്നിൽ നിർത്തി കൊല്ലുന്ന ടെററിസ്റ്റുകൾക്ക് അവിടെ സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ആ വോട്ടർമാര് ലോക്കൽസ് ഉള്ള ആ നാട്ടില് നമ്മൾ എത്തിക്സ് നോക്കിക്കൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും വിഷയമുണ്ടോ ഇല്ല, എത്തിക്സ് എന്നുള്ളതാണ് അല്ല എന്റെ ഞാൻ ചോദ്യം. പറഞ്ഞത്. പക്ഷെ ഞാൻ ഉം, പറഞ്ഞു, ഞാൻ ലഡാക്കിൽ വരുന്നപ്പോൾ കണ്ടു ഡെവലപ്മെന്റ് തന്നെ അവിടെ കാണണം. കഴിഞ്ഞ ഒരു ഉം, 6 കൊല്ലമായിട്ട് നടന്ന ഡെവലപ്മെന്റ് ലഡാക്കിൽ 60 കോടി തൊട്ട് ആദ്യം കിട്ടിയത്, പിന്നെ 600 കോടിയായി മോദി വന്നപ്പോൾ. അത് ഉം, 6000 കോടിയാണ് ഒരു കൊല്ലത്തെ ബഡ്ജറ്റ് ലഡാക്കിന്. ഉം. ആലോചിച്ച് നോക്കൂ. അതേ ബഡ്ജറ്റ് ജമ്മുവിന് കൊടുക്കണേ, അതാ വേണ്ടത്, കശ്മീരിനല്ല. അതെ അതെ, കറക്റ്റാണ്. BJP ജമ്മുവിൽ കാശിറക്കണം. BJP ജമ്മുവിൽ 2 ബെഡ്റൂം വീട് പണിത് കൊടുക്കട്ടെ. BJP അവിടെ റോഡുകൾ ഇട്ടിട്ട് എന്നിട്ട് ഈ കശ്മീരിലെ ആൾക്കാരെ പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് ഞാൻ പിന്നെ ഞാനും സുവേന്ദു അധികാരിയുടെ അതേ സ്റ്റേറ്റ്മെന്റിന് ഞാൻ അഗ്രി ചെയ്യുന്ന ആളാണ്. ഈ സബ്കാ ഉം. സാത്ത് സബ്കാ വികാസ് ഒക്കെ ഇപ്പോഴും നിർത്തേണ്ട പരിപാടിയൊക്കെ ഈ തല്ലിപ്പൊളിത്തരം നടക്കില്ല. ഓക്കെ, BJPക്ക് മുസ്ലിംസിനെ ഇത് വോട്ട് കിട്ടില്ല. നിങ്ങൾ എന്ത് വേണിച്ചു. ഇപ്പൊ ഹരിയാനയിൽ തന്നെ 3 സീറ്റ് ഉണ്ട് ധനുഷ്, മുസ്ലിം മെജോറിറ്റിയുള്ള സീറ്റിൽ 3 കോൺഗ്രസ് ആണ് ജയിക്കുന്നത്. BJPക്ക് 4ാമത്തെ സ്ഥാനം 3ാമത്തെ സ്ഥാനങ്ങളാണ് BJP അവിടെ. അതിൽ തന്നെ മനസ്സിലാവും അതൊരു ഒരു ഹേറ്റ്രഡ് ആണ്. അത് ഹിന്ദുക്കൾ എന്താ മനസ്സിലാക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ മുസ്ലിംസിന് അവർക്ക് ഒരേ എയിമുള്ളൂ, അവരുടെ ജാതിക്കാർ ഒരൊറ്റ പാർട്ടിക്ക് വോട്ട് ചെയ്യുള്ളൂ. അത് കേരളത്തിലാണെങ്കിൽ മുസ്ലിം ലീഗും കോൺഗ്രസും, ഈ നോർത്തിലാവുമ്പോൾ കോൺഗ്രസ്, ചില സ്ഥലത്ത് മാത്രം സമാജ്വാദി പാർട്ടി UP, അത്രയേ ഉള്ളൂ. നാഷണൽ കോൺഫറൻസ് ജമ്മു കാശ്മീർ. ഇതാണ് അവരുടെ സ്ട്രാറ്റജി. ഈ ഹിന്ദുക്കൾ എന്ന് കൺസോളിഡേറ്റ് ചെയ്ത് വോട്ട് ചെയ്യുമോ അന്ന് BJPക്ക് 400 സീറ്റ് കിട്ടും. പക്ഷെ ആ പാഠം പഠിക്കാൻ ഹിന്ദുക്കൾക്ക് കുറച്ച് സമയമെടുക്കും. ഇന്ന് ഇസ്രയേലിക്കാരെ ഹമാസും ഹെസ്ബുള്ളയും ഹൂത്തികളും കൂടി ആക്രമിക്കുന്ന മാതിരി ഒരു ദിവസം ഹിന്ദുക്കളെ ആക്രമിക്കും. അന്നാണ് അവിടുത്തെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ പഠിക്കുക. അപ്പോൾ അത് വരാണ്ടിരിക്കണമെങ്കിൽ ഇപ്പൊ ഹരിയാനയിൽ ചെയ്ത മാതിരി അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഉണ്ടാവും. നമ്മുടെ ഭരണഘടന, എന്ത് നമ്മുടെ ജനാധിപത്യം, നമ്മുടെ ഭരണഘടനയൊക്കെ പറയാം. മതേതരത്വം. പക്ഷെ ഒരു മുംബൈ ബ്ലാസ്റ്റ് നടക്കും നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ? 26/11 നടക്കും നമ്മൾ എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നു? നടക്കും. പക്ഷെ ഈ പറഞ്ഞ മാതിരി അജിത് ദോവലൊക്കെ ഉള്ള കാര്യം വരെ നടക്കില്ല. പക്ഷെ ഈ ഒരു നോക്ക് ഓൺ ദ ഡോർ എന്ന് പറയും, എപ്പോഴും പണ്ട് പറയാറുണ്ട് ജ്യൂസിന്റെ കാര്യത്തിൽ. അവർ ഇതുമാതിരി അല്ല, വിചാരിച്ചിട്ടില്ല, ഞങ്ങളാരും ഞാൻ തൊടില്ല. പറയട്ടെ, ബംഗാളിൽ അതാണല്ലോ അവിടെ സംഭവിച്ചത്. ബംഗാളിൽ അവിടെ ആ, ഹിന്ദുക്കൾക്ക് അതിഭീകരമായിട്ടുള്ള ആക്രമണത്തിന് ഇരയായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ അതുകൊണ്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ജമ്മു കാശ്മീരിൽ നമ്മുടെ കാശ്മീരിൽ നിന്ന് ഇപ്പൊ കാശ്മീരി പണ്ഡിറ്റുകൾ മൈഗ്രേറ്റ് ചെയ്യുന്ന കാര്യം അതൊന്നും ആൾക്കാരൊന്നും ചർച്ച ചെയ്യുന്നില്ല. അതോടുകൂടിയാണ് ജമ്മുവിലുള്ള ആൾക്കാർ കൃത്യമായിട്ട് അവര് കൺസോൾഡേറ്റ് ചെയ്ത് BJPക്ക് അവിടെ വോട്ട് ചെയ്യുക. അതായത് അവർക്ക് മനസ്സിലായി എന്താണ് ഈ സംഭവം എന്ന് മനസ്സിലായി. അതായത് തങ്ങൾ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തുനിന്ന്, ആ ഭൂമിയിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ കുടിയിറങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ. അതാണല്ലേ സാർ ഉദ്ദേശം? അതാണ് ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ നമ്മളിവിടെ ജമ്മു കാശ്മീരിന്റെ എക്സാമ്പിൾ മാത്രമേ നോക്കുന്നുള്ളൂ. വേറെ നമുക്ക് ഈ പറഞ്ഞ മാതിരി പണ്ട് ഓർമ്മയുണ്ടോ ഈ ഉം, ജാർഖണ്ഡിലെ കേസ് പറഞ്ഞിട്ടുണ്ട്, ബംഗാളിലെ കേസ് പറഞ്ഞു. നമ്മൾ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ ആക്രമിക്കുന്ന പറയുമ്പോൾ എന്താ ബംഗാളിൽ നടക്കുന്നത്? അതന്നെയല്ലേ അവിടെ നടക്കുന്നത്. ഉം, ഉം, മുർഷിദാബാദ്, ഉം, മാൾഡ, ഈ ഏരിയയിൽ മൊത്തം മുസ്ലിം മെജോറിറ്റിയാണ്. ഉം, ജാർഖണ്ഡിൽ 5 കോൺസ്റ്റിറ്റ്യുവൻസി ജാർഖണ്ഡ് ഹൈക്കോർട്ട് പറഞ്ഞാണ്, ഞാൻ പറഞ്ഞാൽ ഉം, കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പ്രൊഫൈൽ മാറി. അസ്സാമിൽ 24 മാറി മുസ്ലിം മെജോറിറ്റി. എങ്ങനെയായി അത്? ഉം. എങ്ങനെയായി? അതാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ. ഓക്കെ. അപ്പൊ എന്തായിരുന്നാലും ഹരിയാനയിലും ജമ്മു കാശ്മീരിലും രണ്ട് സ്ഥലത്തും കോൺഗ്രസ് തകർന്നടിഞ്ഞു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. രാഹുൽ ഗാന്ധി രാഗയല്ല പപ്പു തന്നെയാണ് ഇപ്പോഴും എന്ന് തന്നെ പറയാനായിട്ട് പറയേണ്ടതുണ്ട് എന്ന് ആണ് പറയേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് കേരളത്തിലെ ന്യൂസ് ഡെസ്കുകളുടെ കാര്യം ശോകമൂകമാണ്. കൈരളിയാണെങ്കിൽ വലിയേട്ടന്റെ CD ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. കേരളത്തിലെ മറ്റ് ന്യൂസ് ഡെസ്കുകൾ, ഏഷ്യാനെറ്റ് ന്യൂസ്, ഇപ്പൊ ഞാൻ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് അയ്യോ, ന്യൂസ് ആണെങ്കിൽ അതൊരു കാര്യം പറയുന്നത് വല്ലാത്ത കഷ്ടമാണ് ഏഷ്യാനെറ്റിന്റെ. AICC ആസ്ഥാനം ശോകമൂകം എന്നാണ്. അതിലും ശോകമുഖമാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അടക്കം ആസ്ഥാനം എന്ന് പറയുന്നത്. റിപ്പോർട്ടർ ആണെങ്കിൽ പിന്നെ പറയണ്ട, ഉണ്ണി ബാലകൃഷ്ണൻ കിടന്ന് വിരവുകയാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് രാത്രി എന്തായാലും ഡിബേറ്റുകളിലൊക്കെ എന്തായിരിക്കും എന്ന് നമുക്ക് അറിയാനായിട്ട് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. കാരണം ഇപ്പൊ ചാനലുകളെല്ലാം പതുക്കെ പതുക്കെ വലിയ ഡിബേറ്റ് ഒക്കെ വെച്ചിരുന്നതായിരിക്കും, പതുക്കെ പതുക്കെ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോ അടിയന്തര പ്രമേയം, അതേ തുടർന്നുള്ള മാർച്ച്, മുഖ്യമന്ത്രിക്ക് തൊണ്ടവയ്യ, മണ്ടവയ്യ, പനിയാണ് എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ നൈസായിട്ട് കൊടുത്തു തുടങ്ങി, പതുക്കെ വലിയുന്നുണ്ട്. ആ വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും കോൺഗ്രസിന് ജമ്മു കാശ്മീരിൽ 6 സീറ്റ് പൊട്ടിപ്പാളീസായി.
അടുത്തതായിട്ട് പറയാനുള്ളത് ഇവിടെ ഹരിയാനയിൽ 36 സീറ്റ് നിലവിൽ 35 അത് താഴ്ന്നിട്ടുണ്ട്. BJP അവിടെ 50 സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. അവിടെയും പൊട്ടി പാളീസായി എന്ന് മനസ്സിലാക്കുക. അതായത് ഹരിയാനയിൽ നിന്നാണ് അവസാനമായിട്ട് ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഹരിയാനയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിലോട്ട് വ്യാപിച്ചിട്ടുള്ളത്. കർഷക പ്രക്ഷോഭം, അഗ്നിവീർ, ഗുസ്തി താരങ്ങളുടെ പ്രക്ഷോഭം, അങ്ങനെ പല 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 പ്രക്ഷോഭം. അവിടെ രാഹുൽ ഗാന്ധിക്ക് അധികാരം പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എവിടെയാണ് അധികാരം പിടിക്കാൻ പറ്റുക എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ അടക്കം ഈ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് നിർത്താം. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.